ഹായ് ഗൈസ്, നമുക്കിന്നൊരു ഹെർബൽ ടീ ഉണ്ടാക്കാം. അതായത് ശംഖുപുഷ്പം കൊണ്ട് ബട്ടർഫ്ലൈ. അപ്പൊ നമുക്ക് അത് ഒന്നാലെണ്ണം പറിച്ചെടുക്കാം. എന്താ വളരെ ആരോഗ്യപ്രദമായ ഒരു ഫ്ലവറാണ്. അപ്പൊ ഇതുകൊണ്ട് നമുക്കൊരു ടീ ഉണ്ടാക്കാം. ഒരു കാരണവശാലും ശംഖുപുഷ്പം വെള്ളത്തിലിട്ട് തിളപ്പിക്കരുതും. നല്ലപോലെ തിളച്ച വെള്ളത്തിലേ ഇട്ട് എടുക്കാവുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ശംഖുപുഷ്പമാണ്. അത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ചൂടുവെള്ളം അത് ഇതിനകത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ ലെമൺ കണ്ട, ഒരു നാരങ്ങ രണ്ടായിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഹണി വേണം, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇനി നമുക്ക് പ്രിപ്പയർ ചെയ്യുന്ന രീതിയിലൊക്കെ പോവാം. അപ്പൊ ഇനി നമുക്ക് ചൂടുവെള്ളം ഇതിനകത്തോട്ട് ഒഴിക്കാം. നല്ല ചൂടാണ്, വെള്ളം നന്നായിട്ട് ചൂടായിരിക്കണം. അപ്പോൾ ഇനി നമുക്കിതിനകത്തോട്ട് ഒരു 3 ശംഖുപുഷ്പത്തിൻ്റെ ആവശ്യമുള്ളൂ. നമ്മളിത് നേരെ താഴോട്ട് ആക്കുക. അപ്പോൾ നമ്മളിത് ഇതിൻ്റെ കളർ ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് നമ്മളൊരു 3-4 മിനിറ്റ്, മാക്സിമം ഒരു 5 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യും. ഇപ്പം ഇതിൻ്റെ കളർ ഇളകി വരുന്നത് കണ്ടോ? ഒരു 4 മിനിറ്റൊക്കെ കൊണ്ട് ഇത് നന്നായിട്ട് ഇളകി വരും. ഇതിന് വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് ഒരു 1-2 തുളസി ഇല വേണമെങ്കിൽ ഇടാം, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് തുളസി ഇല ഇടാം. പിന്നെ ആവശ്യമുള്ളവർക്ക് മാത്രം, അല്ലെങ്കിൽ ഒരു ഏലക്കാടെ ചെറിയൊരു പീസ് വേണമെങ്കിലും ഇടാം. ഇപ്പം നല്ല കളറായിട്ട് വന്നിട്ടുണ്ട്. വേണ്ട, ഇത് നന്നായിട്ട് ഇതിൻ്റെ കളർ ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 3 ഇതിനകത്ത് ഇട്ടിട്ടുള്ളൂ. ആവശ്യമുള്ള കളർ കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് ഇടാം. അപ്പം ഇനിയാണ് നമുക്കിതിൻ്റെ ഒരു മാജിക് കാണാൻ പോകുന്നത്. എന്താ കണ്ടോ, ഞാൻ ഇതിനകത്തോട്ട് ഇത് ഇനി ഇതിനകത്തേക്ക് നമ്മൾ മുറിച്ച് വെച്ചേക്കുന്ന ലെമൺ ഉള്ളത് കുറച്ച് ഇതിനകത്തോട്ട് പിഴിയും. എന്താ കളർ മാറി വരുന്ന കണ്ട? ഇത് നമുക്ക് കളറ് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ ബട്ടർഫ്ലൈയുടെ എണ്ണം കൂട്ടിയാൽ മതി. ഇതായി. അപ്പം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു കുറച്ച് ഹണി ഒഴിക്കാം. ഇപ്പം ഷുഗറുള്ളവരൊക്കെ ആണെങ്കിൽ ഇത് ഹണി കഴിക്കണമെന്നില്ല, അവർക്ക് ഇല്ലാതെ തന്നെ കഴിക്കാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ ആവശ്യമുള്ളവർക്കാണെങ്കിൽ ഒരു കുറച്ച് പഞ്ചസാര, ഷുഗർ കുറച്ച് കൊടുക്കുക. കളർ മാറി മാറി വരുന്നുണ്ട്. ഇത് നമുക്ക് ചായ, കോഫി ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ലാത്തവർക്ക്, അത് ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ആണെങ്കിൽ നമുക്ക് രാവിലെ ഉപയോഗിക്കാൻ പറ്റും. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് വെച്ചാൽ നമ്മുടെ തടി കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സാധിക്കും. ഷുഗർ, കൊളസ്ട്രോള്, BP ഒക്കെ ഉള്ളവർക്കൊക്കെ വളരെ നല്ലതാണ്. ഷുഗർ ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ ഷുഗർ വളരെ കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള ശരീരത്തിനുള്ള ഒരുപാട് ഗുണങ്ങൾ ഇത് കഴിച്ചാലുണ്ടാവും. ഇതിനകത്ത് ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റുകളൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിനൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല ഗ്ലോ കിട്ടും. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കാരണം വെച്ചാൽ നമുക്ക് ഫ്ലിപ്കാർട്ടിലോ ആമസോണിലൊക്കെ കിട്ടും. അപ്പോൾ അതൊരു 50 ഗ്രാമൊക്കെ വേണമെങ്കിൽ 1000 രൂപയൊക്കെയാണ് അതിൻ്റെ റേറ്റ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാകും. നമ്മുടെ അടുത്ത് കുറച്ച് ഉണക്കി പൊടിച്ചങ്ങ് വെച്ചാൽ മതി. എന്തായാലും ഇത് അടാർ സാധനമാണ്, എല്ലാവരും ഉപയോഗിച്ച് നോക്കിക്കോ, സൂപ്പർ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. ഹണിയുടെ ഒരു ചെറിയ ടേസ്റ്റ് ഉണ്ട്. പിന്നെ ലെമണിൻ്റെ ഒരു
ചെറിയ പുളിയുണ്ട്. ലെമണൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് കാരണം നമുക്ക് ശരീരത്തിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഫാറ്റി ലിവർ ഉള്ളവർക്ക് നല്ലതാണ്. അതായത് വയറ് കുറയ്ക്കാൻ നല്ലതാണ്. നിരവധി മെഡിസിനൽ ഗുണമുള്ള ഒരു ചെടിയാണ് ശംഖുപുഷ്പം. വേരും തണ്ടും പൂവും അരച്ച് കഴിച്ചാൽ വെറും വയറ്റിൽ കഴിക്കണം. കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ കുറയുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഓർമ്മശക്തിയും കാഴ്ചശക്തിയൊക്കെ വർദ്ധിക്കുന്നതിനും മുഖകാന്തി വർദ്ധിപ്പിക്കുന്നതിനും കരിമങ്ങല്യം മാറുന്നതിനും ഒക്കെ നല്ലതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഹെർബൽ ടീ? വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.